അപ്പോൾ ഞാനിന്ന് ഒരു വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടോ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. വെജിറ്റബിൾസ് കൂട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓംലെറ്റിൽ വെജിറ്റബിൾസ് ആഡ് ആക്കിയിട്ട് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള വലിയൊരു പച്ചമുളക്, പിന്നെ ചെറിയ പീസ് തക്കാളി, പിന്നെ ചെറിയ പീസ് ഒരു ഹാഫ് പോർഷൻ ഉള്ളി, പിന്നെ അതേപോലെ ഒരു ഹാഫ് പോർഷന് ക്യാരറ്റ് കേട്ടോ. ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെജിറ്റേറിയൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓംലെറ്റിൽ ഈ ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതൊരു ഡയറ്റിൻ്റെ റെസിപ്പിയും കൂടിയാണ്. ഡയറ്റ് ഫോളോ ചെയ്യണവർക്ക് നൈറ്റൊക്കെ രാത്രിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓംലെറ്റ് അടിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയൊന്നും അധികം കഴിക്കാറില്ല. പൊതുവേ കുറവാണ് ഞാൻ പച്ചക്കറി കഴിക്കുന്നത്. അപ്പം ഞാൻ ഓംലെറ്റിലോട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കഴിക്കും കേട്ടോ. അതാകുമ്പോൾ വല്ലാണ്ട് മടുപ്പും ഉണ്ടാവില്ല. ഇതേപോലെ ചോപ്പ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാകുമ്പോൾ ഓംലെറ്റ് കിടക്കുമ്പോൾ അങ്ങനെ കഴിച്ചു പോകും കേട്ടോ. അപ്പം ഞാൻ അതിലോട്ട് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഫ്രൈ പാനിൽ നിന്ന് കുറച്ചൊന്ന് നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ട് കയറും. അപ്പോൾ കുറേ നേരം ഇത് പച്ചക്കറിയൊക്കെ ഒന്ന് വേവോളം നമ്മൾ ഫ്രൈ പാനിൽ നമ്മൾ ഓംലെറ്റിനെ കിടത്തണം കേട്ടോ. വെന്ത് കുറേ കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മളത് കട്ടിയായിട്ട് വരപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ.